ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. കലാകിരീടം കോഴിക്കോടിന്. കോഴിക്കോട് മുന്നിലെത്തുന്നത് 8ാം തവണ. തൊട്ടുപിന്നിൽ പാലക്കാട്, തൃശൂർ 3ാമത്. മേള കൊടിയിറങ്ങി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ VS അച്യുതാനന്ദന് രൂക്ഷ വിമർശം. TP വധക്കേസ് വിധിയിലും നമോ വിചാർ മഞ്ച് വിഷയത്തിലും VSന്റെ പ്രതികരണം പാർട്ടി നിലപാടിനെതിരെന്ന് സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം പേരും. BJP വിട്ടവർ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേർന്നു. നാളെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പ്രതികരിക്കാമെന്ന് പിണറായി വിജയൻ. UDFൽ തുടരേണ്ടതില്ലെന്ന് JSS സംസ്ഥാന സമ്മേളനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം. അന്തിമ പ്രഖ്യാപനം നാളെ. JSSന് ഇനി ആവശ്യമില്ലെന്ന് MM ഹസൻ. ഗൗരിയമ്മ മുന്നണിയിലെ അഹങ്കാരിയായ നേതാവെന്നും ഹസൻ. കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാതിരിക്കാൻ കാരണം കാണിക്കണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം ലിമിറ്റഡിന് നോട്ടീസ്. 4 ജില്ലകളിലെ 18,000 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി. ഫെഡറേഷൻ കപ്പ് ചർച്ചിൽ ബ്രദേഴ്സിന് സ്പോർട്ടിംഗ് ഗോവയെ 3-1 തോൽപ്പിച്ചു. ചർച്ചിലിന്റെ ആദ്യ ഫെഡറേഷൻ കപ്പ് കിരീടം. ഇന്ത്യ ന്യൂസിലാൻഡ് 3ാം ഏകദിനം സമനിലയിൽ. അവസാന പന്തുവരെ ആവേശം. രവീന്ദ്ര ജഡേജ മാൻ ഓഫ് ദി മാച്ച്. VS അച്യുതാനന്ദനെതിരെ CPM സെക്രട്ടേറിയറ്റിൽ വിമർശം. TP വധക്കേസിലെ വിധിയെക്കുറിച്ചും നമോ വിചാർ മഞ്ച് പ്രവർത്തകരെ CPMലേക്ക് കൊണ്ടുവരുന്നതിനുമെതിരെ നടത്തിയ പരാമർശത്തിനാണ് സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങളും വിമർശമുന്നയിച്ചത്. പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായാണ് ഈ 2 വിഷയങ്ങളിലും VS പ്രതികരിച്ചതെന്നും പരസ്യ പ്രസ്താവന നടത്തിയത് ശരിയായില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അതേസമയം നമോ വിചാർ മഞ്ച് പ്രവർത്തകർ CPMൽ ചേരുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തയ്യാറായില്ല. നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പ്രതികരിക്കാമെന്ന് പിണറായി പറഞ്ഞു. കണ്ണൂരിൽ BJP വിട്ടവർ CPM ഓഫീസിൽ യോഗം ചേർന്നു. കണ്ണൂർ അമ്പാടിമുക്കിൽ നിന്നുള്ള 70ഓളം പ്രവർത്തകരാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേർന്നത്. പാർട്ടിയുടെ ക്ഷണപ്രകാരമാണ് ഇവർ ഓഫീസിലെത്തിയത്. ഈ മാസം 28-ന് പാനൂരിൽ നടക്കുന്ന സ്വീകരണ യോഗം വിജയിപ്പിക്കണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഇവരോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ നഗരത്തിൽ BJP വിട്ടുവന്നവർക്കുള്ള സ്വീകരണ പരിപാടി വേറെ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളെ ഓരോരുത്തരെയും പാർട്ടിക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും പാനൂരിലെ പരിപാടിയിൽ നിങ്ങൾ വരണം. പിന്നീടാവാം നമുക്ക് കണ്ണൂരിലൊരു പരിപാടി വെക്കാം. നിങ്ങൾക്കെല്ലാം സ്വാഗതം ഊതിക്കൊണ്ടുള്ള പരിപാടി നമുക്ക് ഒന്നുകിൽ നിങ്ങളുടെ പ്രദേശത്തോ അല്ലെങ്കിൽ കണ്ണൂരിലോ വെക്കാം. അത് പിന്നീടാവാം. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങനെ രാജിവെച്ച് CPMുമായി സഹകരിച്ച് വരുന്നവരെ ക്ഷണിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനമാണ് പാനൂരിൽ 28-ാം തീയതി വൈകുന്നേരം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. ഭാസുരേന്ദ്ര ബാബു ഇടതു നിരീക്ഷകൻ. അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. അദ്ദേഹം കൊച്ചി ബ്യൂറോയിലുണ്ട്. ഒപ്പം AP അബ്ദുള്ളക്കുട്ടി MLA കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ഭാസുരേന്ദ്ര ബാബു, നമോ വിചാർ മഞ്ച് പ്രവർത്തകരെ CPMലേക്ക് കൊണ്ടുവരുന്നതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന CPM നമോ വിചാർ മഞ്ചിലെ പ്രവർത്തകരെ ഒപ്പം കൂട്ടുമ്പോൾ അത് വർഗീയതയോടുള്ള നിലപാടിലുള്ള വെള്ളം ചേർക്കലായി വ്യാഖ്യാനിക്കപ്പെടുമോ? നമോ വിചാർ മഞ്ചിലെ പ്രവർത്തകർ രാജിവെച്ച് ആ പ്രസ്ഥാനം ഇല്ലാതാക്കി അതിനെ പിരിച്ചുവിട്ട് അഥവാ അതിൽ നിന്നും മുക്തമായി CPMലേക്ക് വരികയോ CPMുമായി ഏതെങ്കിലും ഒരു സമരസ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച വാർത്തകൾ പുതിയതല്ല, കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു. ഇതേ ചാനലിൽ തന്നെ ഇതേ സംബന്ധിച്ച ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. CPMനകത്ത് അതുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ വാഗ്വാദം രൂപപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് ഇതുവരെ അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. അത് CPMൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഞാൻ പറയുന്നത്, ഞാൻ തികച്ചും വ്യത്യസ്തമായൊരു നിലപാടാണ് കഴിഞ്ഞ ചർച്ചയിലും എടുത്തിരുന്നത്. അതേ സംബന്ധിച്ച് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നില്ല. മറിച്ച് നമോ വിചാർ മഞ്ച് എന്ന നിലയ്ക്ക് ഒരു ഇടക്കാല താവളം BJP വിട്ടുപോരുന്ന 2000-ഓളം ആളുകൾ, 1600 മുതൽ 2500 വരെയുണ്ട്
എന്നാണ് വ്യത്യസ്ത വാർത്തകൾ പറയുന്നത്. ആ അർത്ഥത്തിൽ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPM-നെ പോലെ തന്നെ BJP-യുടെയും സംഘടനാ ശേഷിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വളരെ കർശനമായ സംഘടനാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിൽക്കുന്ന കേഡർ സ്വഭാവത്തോടു കൂടിയ ആളുകളുള്ള ഒരു ജില്ലയാണ്. ആ അർത്ഥത്തിൽ അവരുടെ കേഡർ സ്വഭാവത്തോടു കൂടിയ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ BJP വിടുകയും CPM-മായി ഏതെല്ലാം നിലപാടത്തിൽ സഹകരിക്കാൻ കഴിയും എന്നാലോചിക്കുകയും ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന അഖിലേന്ത്യാ നിലവാരത്തിലുള്ള BJP-യുടെ ജില്ലാ ഘടകമായിരിക്കുന്ന അവിടുത്തെ BJP, കണ്ണൂർ BJP-ക്ക് എതിരായ നിലപാടാണ് അവരെടുക്കുന്നത്. ഐക്യത്തെ സംബന്ധിച്ചോ മുന്നണി സങ്കല്പത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ധാരണകളെ സംബന്ധിച്ചോ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു വീക്ഷണമുണ്ട്. ഈ അടവുപരമായ ധാരണകൾ, തന്ത്രപരമായ ധാരണകളെ സംബന്ധിച്ച് അപ്പുക്കുട്ടൻ വള്ളിക്കുന്നൊക്കെ ഉണ്ട്. വളരെ വിശദമായ അദ്ദേഹത്തിന് അതറിയാം. അതൊക്കെ ഞങ്ങളൊക്കെ അറിയുന്നത് പോലെയാണെങ്കിൽ അതിന് കൃത്യമായും പ്രത്യയശാസ്ത്രപരമായ ധാരണകളുടെ ഏകോപനം, യോജിപ്പ് വേണം. എന്നാൽ അടവുപരമായ ധാരണകളുണ്ട്. പ്രത്യയശാസ്ത്ര പരികൽപ്പനകളിൽ ഊന്നി നിൽക്കാത്ത അടവുപരമായ ധാരണകൾ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയ്ക്ക് കാണുന്നത് മാതിരി BJP-യെ മുഖ്യ ശത്രുവായി ഈ കാലഘട്ടത്തിൽ ഫാഷിസത്തിൻ്റെ ഉറവിടമായി കാണുന്നുവെങ്കിൽ BJP-യെ എതിർക്കുന്ന, അതേത് കാരണത്തിൻ്റെ മേലായിക്കൊള്ളട്ടെ, എതിർക്കുന്ന വിഭാഗവുമായി ഒരു സന്ധിയോ സംഭാഷണമോ ചങ്ങാത്തമോ ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ അടവുപരമായി അംഗീകൃതമാണ്. പുതിയതായല്ല CPM ചെയ്യുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത് അടവുപരമായ ഒരു നീക്കമായി പരിമിതപ്പെടുന്നില്ല, മറിച്ച് പാർട്ടിയിലേക്ക് അവരെ ക്ഷണിക്കുന്നു. പാർട്ടി അവർക്ക് വലിയൊരു സ്വീകരണം നടത്തുന്നു. ആ സ്വീകരണ യോഗം വലിയ തോതിൽ വിജയിപ്പിക്കാൻ ഇന്ന് BJP വിട്ടവരെ വിളിച്ചു ചേർത്ത് ഒരു യോഗം സംഘടിപ്പിക്കുന്നു. ആ നിലയ്ക്ക് പാർട്ടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്ര കാലം ദീർഘകാലമായി BJP-യിൽ പ്രവർത്തിച്ച ആളുകൾ, അവർ BJP വിട്ടത് പോലും സംഘടനാപരമായൊരു പ്രശ്നത്തിൻ്റെ കാരണത്താൽ മാത്രമാണ്. ആദർശപരമായോ പ്രത്യയശാസ്ത്രപരമായോ BJP-യുമായോ അതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന RSS-ഉമായോ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നത തങ്ങൾക്കുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടല്ല അവർ നമോ വിചാർ മഞ്ച് രൂപീകരിക്കാൻ പുറപ്പെട്ടത്. കഴിഞ്ഞ 30 വർഷമായി കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവരെ അറിയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൻ്റെ ഇതര വിഭാഗങ്ങളിൽ ഉണ്ടാകാത്ത വണ്ണം ഏറ്റുമുട്ടലുകൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ അണികൾ തമ്മിലുണ്ടായിരുന്നു. ധാരാളം ആളുകൾ ഇരുവശത്തും മരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും BJP കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘപരിവാര ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുകയായിരുന്നില്ല. അവരൊക്കെ പ്രാദേശികമായി സംഘടിപ്പിക്കപ്പെട്ടവരായിരുന്നു. അഥവാ അതിനു മുമ്പ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കളോ ഒക്കെയായ ആളുകളായിരുന്നു. അത് കണ്ണൂരിൻ്റെ മാത്രം സവിശേഷതയിലാണ് അത് കാണുന്നത്. കണ്ണൂരിൻ്റെ സവിശേഷത എന്ന് ഞാൻ പറയുന്നത് മറ്റു ഭാഗങ്ങളിലും കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും CPM-ഉം BJP-ക്കാരും ഉണ്ടെങ്കിലും അവർ തമ്മിൽ കണ്ണൂരുണ്ടായിരുന്ന മാതിരി നിരന്തര ഏറ്റുമുട്ടലിൻ്റെ നൈരന്തര്യത, മരണത്തിൻ്റെ നൈരന്തര്യത ഉണ്ടായിരുന്നില്ല. അത് ആ പ്രദേശത്തെ സവിശേഷതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കീഴിലോ അല്ലെങ്കിൽ അതിൻ്റെ തണലിലോ നിന്ന ആളുകൾ തന്നെയാണ് BJP-ക്കാരായത്. പണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ വീണ്ടും നമുക്കൊപ്പം വരുന്നു എന്ന് CPM കരുതുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ശരി, ഭാസുരേന്ദ്ര ബാബു മടങ്ങിയെത്താം. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിലേക്ക്. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഇവിടെ പറയുന്നത് പോലെ പണ്ട് CPM-ൽ ഉണ്ടായിരുന്ന ആളുകൾ, CK പത്മനാഭനെ പോലെയുള്ള ആളുകൾ എടുത്താൽ അദ്ദേഹം CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, പിന്നീട് BJP-യിലേക്ക് പോയ ആളാണ്. അതുപോലെ ഇടതുപക്ഷ മനസ്സുമായി അല്ലെങ്കിൽ CPM-നോട് യോജിച്ചു നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നു. അത് CPM സ്വീകരിക്കുന്നതിൽ തെറ്റെന്താണ് എന്നതാണ് ഒരു ഉയർന്നു വരുന്ന ഒരാശയം. മറ്റൊന്ന്, ഈ പ്രശ്നം നമോ വിചാർ മഞ്ചിലെ പ്രവർത്തകർ പാർട്ടിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം CPM-ൽ വലിയ പ്രതിസന്ധിയൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ കരുതുന്നു? CPM-ന് നയപരമായും രാഷ്ട്രീയമായും പൊതുസമൂഹത്തിനുള്ളിലും ഇത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? ഇത് CPM ഇപ്പോൾ കേരളത്തിൽ നേരിടുന്ന അതിൻ്റെ സംഘടനാ പ്രതിസന്ധിയുടെ, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയുടെ, ജനങ്ങൾ പാർട്ടിയിൽ നിന്ന്
അകന്നു പോകുന്നതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയായ ഒരു കാര്യമാണ്. CPIM എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ രൂപമായിരുന്ന CPI പോലെയോ മറ്റിടതുപക്ഷ പാർട്ടികൾ പോലെയോ അല്ല എന്ന് അതിൻ്റെ വർഗപരമായ നിലപാടിൽ, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അതൊരു വേറിട്ട പാർട്ടിയായും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. ഇവിടെ മനുഷ്യരെല്ലാം ഈ ഭൂമുഖത്തൊന്നിച്ച് ജനിച്ചതാണ് എന്നുള്ളത് കൊണ്ട് സാമ്രാജ്യത്വവുമായിട്ടുള്ള വിരോധമോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമായിട്ടുള്ള വിരോധമോ ഒന്നുമില്ല. അവരെല്ലാം ഒത്തുചേരാമെന്നുള്ള ഈ മാവേലി തത്വശാസ്ത്രം സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ അടുത്ത കാലം വരെ. ഇവിടെ പ്രശ്നം CPIMനെ സംബന്ധിച്ചിടത്തോളം അത്ര ലാഘവത്തോടു കൂടി എളുപ്പം പറഞ്ഞു തീർക്കാവുന്നൊരു പ്രശ്നമല്ല. ഇവിടെ നമ്മൾ ഈ വാർത്തയുടെ ചർച്ചയുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇവിടെ കാണിച്ച ആ രംഗം, അവിടെ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള 5 പ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ പാനൂരിൽ സംഘടിപ്പിക്കുന്ന അവിടെയുള്ള ഈ വിചാർ മഞ്ചിൻ്റെ ആളുകളെ സ്വീകരിച്ച് പാർട്ടിയിലേക്ക് ആനയിക്കുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ വരണം, മറ്റൊരു ചടങ്ങ് നമുക്കിവിടെ ഉണ്ടാക്കാവുന്ന, അത് നമ്മളുടെ പാർട്ടിയായി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ ഇവിടെ നമ്മളിരുന്ന് അത് ചർച്ച ചെയ്യുമ്പോൾ, ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ മലയോര മേഖലയിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായി സഹകരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കം പറഞ്ഞത്. അതല്ല നിലപാട് എന്ന് അന്നത്തെ ജയരാജൻ്റെ പ്രസ്താവന ചൂണ്ടിക്കാണിച്ച് ഞാനന്ന് പറഞ്ഞതാണ്. അതിരിക്കട്ടെ, ഇവിടെയുള്ള പ്രശ്നം എൻ്റെ സുഹൃത്ത് ഭാസുരേന്ദ്ര ബാബു CPMന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിലും അദ്ദേഹം ആ പാർട്ടിയുടെ നിലപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ പാർട്ടികളോടുള്ള CPIMൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലപാട് കണ്ണൂരിന് പ്രത്യേകവും അതുപോലെ ആലപ്പുഴയ്ക്ക് പ്രത്യേകവും അല്ല. അത് കേരളത്തിന് പ്രത്യേകമല്ല എന്നുള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട നിലപാട് എടുത്തത്. അത് ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് ചേർന്നതായിരുന്നു. ന്യൂനപക്ഷ വർഗീയതയുമായി വിജയവാഡ പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാട് അത് കേരളത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇവിടുത്തെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പറ്റാത്തതാണ്. അതിൽ ന്യൂനപക്ഷ വർഗീയ പാർട്ടിക്കാരായ അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനെ പാർട്ടിയിൽ നിന്ന് അതുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ഭൂരിപക്ഷ പ്രകാരം ഇവിടെ തീരുമാനിച്ചില്ല. ഇപ്പോൾ അതുപോലുള്ള ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളാണ്. പ്രശ്നം CPIM ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള അതിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയത, ജനതാ പാർട്ടി ഭിന്നിപ്പിനെ തുടർന്ന് BJP ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടതോടെ ഭൂരിപക്ഷ വർഗീയത ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വലിയ വെല്ലുവിളിയായി വന്നിരിക്കുന്നു. അതിനെ നേരിടണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുമായി പോലും പാർട്ടി ബന്ധപ്പെട്ടുകൂടാ എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. ഇപ്പോൾ ആ ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു കഷ്ണത്തെ നമ്മളുടെ പാർട്ടിയാക്കി വച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് കണ്ണൂരിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ പാർട്ടിയിലുള്ളവരും ജനങ്ങളും ആകെ നോക്കിക്കാണുന്നത്. അത് പറയുമ്പോൾ തന്നെ BJPയെ കണ്ണൂരിൽ BJPയും CPMും തമ്മിലുള്ള രാഷ്ട്രീയ സംഘടനാ രൂപത്തിലുള്ള വലിയ കേഡർ സ്വഭാവങ്ങൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ കണ്ണൂരിൽ BJPയെ ദുർബലമാക്കുക എന്ന ഒരു അജണ്ട ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിന് അൽനമോർ വിചാർ മഞ്ചിലെ ആളുകളെ പാർട്ടിയോട് അടുപ്പിക്കുക എന്ന തീരുമാനത്തിന് പിന്നിൽ ഉണ്ടായിക്കൂടെ? ഏത് പാർട്ടിയാണെങ്കിലും അവരിലേക്ക് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുക എന്ന ഒരു തീരുമാനം
പൊതുവിൽ സ്വീകരിക്കുന്നത് അത്രത്തോളം അസ്വാഭാവികമാണോ? തീർച്ചയായിട്ടും ഇത് അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം CPIM-ൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ആ പാർട്ടിക്ക് പുറത്താക്കപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഷൊർണൂരിലെ മുരളിയുടെ പാർട്ടി ഈ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും അത് പാർട്ടിക്ക് അകത്ത് കയറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനേക്കാളേറെ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന ഫോർവേഡ് ബ്ലോക്ക് അതിൻ്റെ ഒരു സെക്രട്ടറി, ദേശീയ സെക്രട്ടറി മലയാളിയാണ്. അവർക്ക് ഇവിടെ ഒരു ഘടകമുണ്ട്. ആ ഘടകത്തെ ഇങ്ങോട്ട് ചേർത്തിട്ടില്ല. അതുമാത്രമല്ല, INL-ൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ ഇങ്ങനെ സഹകരിക്കാൻ വരുമ്പോൾ മുസ്ലിം ലീഗിൽ ഏറ്റവും വലിയ അതിനെ ദുർബലമാക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടായപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനെ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ അവിടെ നിന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു INL-ന് ഒരു ശുപാർശ കൊടുത്തതിൻ്റെ പേരിൽ CPM-ൽ വലിയ പ്രശ്നങ്ങളുണ്ടായ പാർട്ടിയാണ്. അങ്ങനെയുള്ള INL സഹകരിക്കാൻ തയ്യാറായിട്ട് നിന്നിട്ട് കടത്തിയിട്ടില്ല. ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് CPIM-ൻ്റെ വർഗീയത സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ നിലപാടാണ്. അത് ആ പാർട്ടിയുടെ കാര്യമാണ്. അവരുടെ ആ നിലപാട് അവർ മാറ്റിയാൽ നമ്മൾ ഇത് വിമർശിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ്. ഭാസുരേന്ദ്ര ബാബു, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതിന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് മറുപടി നൽകി. കണ്ണൂരിൽ മാത്രമായി ഒരു നിലപാടില്ല, CPM-ന് ദേശീയ തലത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ വർഗീയതയുടെ കാര്യത്തിൽ എന്ന്. അതിന് താങ്കളിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, പിന്നീട് സൂചിപ്പിച്ചതുപോലെ MR മുരളിയുടെ പാർട്ടി 20 വർഷമായി ഇടതുപക്ഷ മുന്നണിയിലേക്ക് പ്രവേശനം കാത്ത് നിൽക്കുന്ന INL, ഇവരുടെ കാര്യത്തിലൊന്നും ഇല്ലാത്തൊരു തിടുക്കം കണ്ണൂരിൽ BJP വിട്ടുവന്നവരുടെ കാര്യത്തിൽ CPM-ന് ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ചില കാരണങ്ങൾ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ? രാജീവ് ശങ്കർ, എനിക്കത് വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇപ്പോൾ CPM കൈകോർക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ അണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മുൻ BJP പ്രവർത്തകർ, അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്. അവർ BJP വിട്ടു കഴിഞ്ഞു. തൽക്കാലം അവർക്ക് നിൽക്കാൻ അവർ നമോ വിചാർ മഞ്ച് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അവർക്ക് സംഘം ചേർന്ന് നിൽക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമാണ്. അതിനുശേഷം ഇപ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ അവർ ആ പ്ലാറ്റ്ഫോം തന്നെ, നമോ വിചാർ മഞ്ച് എന്ന പ്ലാറ്റ്ഫോം തന്നെ പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിട്ടിട്ട് വ്യക്തികളെന്ന നിലയ്ക്കാണ് അവർ CPM-മായി അസോസിയേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കൂട്ടായി തന്നെ ചേരുമ്പോഴും നമോ വിചാർ മഞ്ചിനെ അല്ല, മറിച്ച് ആ മഞ്ചിൽ നിന്നിരുന്ന വ്യക്തികളായി മാറിയ മുൻ BJP ആക്ടിവിസ്റ്റുകളെയാണ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇത് ഒരു പ്രാദേശിക പ്രശ്നമായിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് പറയുന്നത് മാതിരി അഖിലേന്ത്യാ നിലവാരത്തിലെ നയത്തിനെതിരാണോ അല്ലയോ, ഇതാണല്ലോ പരിശോധിക്കേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് ഇത് ആദ്യം ചെയ്യുന്നതല്ല CPM. ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്നടക്കം CPM-ൽ സജീവമായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 1977-ൽ മുൻ BJP-യുടെ ആദ്യ രൂപമായ ജനസംഘത്തെ പിരിച്ചുവിട്ടുകൊണ്ട് ജനസംഘം ലയിക്കുന്നത് ജനതാ പാർട്ടിയിലാണ്. ആ ജനതാ പാർട്ടിയിൽ ലയിക്കുമ്പോൾ ഈ OK വാസുവിനെ പോലുള്ള ആളുകളൊന്നുമല്ല, പിന്നെ വാജ്പേയിയും അദ്വാനിയും ഒക്കെയുള്ള ഒന്നാംകിട നേതാക്കൾ തന്നെയാണ് ഈ ജനസംഘത്തിൻ്റെ നേതാക്കൾ. ആ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും CPM-ന് ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ വന്ന ജനതാ പാർട്ടിയിൽ എത്തി നിൽക്കുന്ന വാജ്പേയിയോ അദ്വാനിയോ പഴയ ജനസംഘത്തിൻ്റെ അവശിഷ്ടമായി കാണാനോ അതിൻ്റെ പുതിയ രൂപമായി കാണാനോ അന്ന് കോൺഗ്രസ് നിലനിർത്തിയിരുന്ന ഫാസിസ്റ്റ് സമീപനവുമായി ബന്ധിപ്പിച്ച് CPM-ന് കഴിയുമായിരുന്നില്ല. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി എന്ന നിലയ്ക്കാണ് കണ്ടത്. അത്രയൊന്നും പ്രധാനപ്പെട്ട ആളുകളല്ല OK വാസുവും മറ്റും. അങ്ങനെ വരുമ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വീക്ഷണം നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി അടവുപരമായി പ്രാദേശിക രംഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ സാധ്യമാണ്. ഒന്ന്. മറ്റൊന്ന്, CPM-ൻ്റെ സംഘപരിവാർ വിരോധത്തിന് പ്രത്യേകിച്ച് തെളിവൊന്നും കേരളത്തിൽ വേണ്ട. നമുക്കറിയാം, ചില മണ്ഡലങ്ങളിലെങ്കിലും, ഇപ്പം വടക്ക് നമുക്കറിയാവുന്നതുമായി നീലേശ്വരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് ഏകദേശം പ്രഖ്യാപിക്കുന്ന സമയത്താണ് അവരെ തോൽപ്പിക്കാൻ സംഘം ചേർന്ന്
CPM-കാർ കോൺഗ്രസിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ മുസ്ലിം ലീഗിന് പോലുമോ വോട്ട് ചെയ്ത് സംഘപരിവാറിനെ തോൽപ്പിച്ചത്? കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ഒന്നും അത് കഴിയില്ല. അങ്ങനെ സ്വയം തെളിയിച്ച പാർട്ടിയാണ് CPM. അതുകൊണ്ട് സംഘപരിവാറിനെതിരായുള്ള CPM-ന്റെ നിലപാടിന് ചരിത്രപരമായി ധാരാളം ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അത് സംശയിക്കേണ്ടതില്ല. മറിച്ചു വരുന്നത് അവിടെ അവസാന വിശകലനത്തിൽ ദൗർബല്യം നേരിട്ടിരിക്കുന്ന നഷ്ടം സംഭവിച്ചിരിക്കുന്നത് BJP-ക്കാണ് എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് പ്രധാനം. നരേന്ദ്രമോദിയെ ഒറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനതല സംഘാടന, ഒരു ജില്ലാതല സംഘാടന വൈഭവം അങ്ങനെയാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. പ്രത്യയശാസ്ത്രപരമായ യാതൊരു തകരാറും എനിക്കതിൽ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഉന്നയിക്കുന്നത് മാതിരി കാണാൻ കഴിയുന്നില്ല. രാജീവ് ശങ്കർ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെയാണെങ്കിൽ BJP വിട്ട് വരുന്ന ആളുകൾ അവർ സ്വാഭാവികമായും BJP-യുടെ ആശയങ്ങളെ, ഞങ്ങൾ ഈ പാർട്ടിയുടെ ആശയങ്ങളോട് വിയോജിച്ച് നിൽക്കുന്നവരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം എന്നൊരു നിലപാട് CPM-ന് എടുക്കാമായിരുന്നല്ലോ. സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ, പാർട്ടി നേതാവിനെതിരെ ഉയർന്ന സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ, അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുൻപാകെ ഉന്നയിച്ചിട്ട് അവർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി വിട്ടു വരുന്നു എന്നാണ് OK വാസു അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരിക്കലും അവർ BJP-യുടെ ആശയങ്ങളോട് ഞങ്ങൾ വിയോജിക്കുന്നില്ല, BJP-യുടെ ഊർജ്ജമായ RSS-ന്റെ ആശയങ്ങളോട് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല. ആ പ്രഖ്യാപനം കൂടി ഉണ്ടായതിനു ശേഷം മതിയായിരുന്നില്ലേ CPM-ന് ഇവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ? അത്തരമൊരു കാര്യം താങ്കൾ ഉന്നയിക്കുന്നത് വളരെ ശരിയായ ഒരു കാര്യം എന്നതിലേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാനൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തരമൊരു ഭാവ പകർച്ച BJP-ക്ക് സംഭവിക്കുമ്പോൾ അടുത്ത തവണ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് കാൻഡിഡേറ്റിന് തന്നെ ജയിക്കാൻ പറ്റുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടും. ഇപ്പോഴത് അവിടെ ഇല്ല എന്ന് നാം കാണണം. ഏതായാലും താങ്കൾ ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, ഞങ്ങൾ BJP-യുടെ ഞങ്ങളുടെ പൂർവ്വകാല ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, അവരുടെ പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങളുമായി യോജിപ്പില്ല എന്ന നിലയ്ക്ക് പറയേണ്ടതുണ്ട്. ശരിയാണ്. അങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ നിലവാരത്തിലാണ് CPM ഇവരുമായി അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്? സംഘം എന്ന നിലയ്ക്ക് അസോസിയേറ്റ് ചെയ്യില്ല. കാരണം നമോ വിചാർ മഞ്ച് പിരിച്ചുവിടാൻ പോവുകയാണ്. വ്യക്തികളെന്ന നിലയ്ക്ക് ഇടപെടുന്നത് അനുയായികൾ, അണികൾ, പാർട്ടി തല അംഗത്വം വിതരണം ചെയ്യൽ അടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുന്ന ഘട്ടം വരുമ്പോൾ ഇത്തരമൊരു ഉറപ്പ് അക്കാര്യത്തിൽ CPM നേടിയെടുക്കും. അതാണ് അതിൻ്റെ രീതി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഇവിടെ VS അച്യുതാനന്ദൻ ഇന്നലെ വാർത്താസമ്മേളനം നടത്തി വൃത്തിയായി അല്ലെങ്കിൽ കൃത്യമായി CPM നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിമർശം ഉന്നയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP-യുമായി വേദി പങ്കിട്ടത് മൂലം ഉണ്ടായതുപോലൊരു നഷ്ടം ഇക്കുറി BJP-യിൽ നിന്ന് വിട്ടുവരുന്നവരെ ഒപ്പം ചേർക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതേക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കട്ടെ എന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഒരുപക്ഷെ പാർട്ടി നേതൃത്വം ചിന്തിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് പാർട്ടി അച്ചടക്കത്തിൻ്റെ കൂടുള്ളത് കൊണ്ട് ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ജനങ്ങൾ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞത്. ഈ ഒരു പ്രസ്താവന ഒരുപക്ഷെ CPM നേതൃത്വത്തെ അല്പമൊന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ? VS അച്യുതാനന്ദൻ ഇപ്പോഴും ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ എതിർസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും. ഞാൻ അതിലേക്ക് വരാം രാജീവ്. ദയവായിട്ട് എനിക്ക് അല്പം സമയം തരണം. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് ചരിത്രമാണ്. ആ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ നമ്മളുടെ ആയിരക്കണക്കായ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ഭാസുരേന്ദ്ര ബാബു ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞത് ജനസംഘം ഉൾക്കൊള്ളുന്ന ജനതാ പാർട്ടിയുമായിട്ട് CPIM സഹകരിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിലെന്താണ് പ്രയാസം എന്നുള്ളതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ചരിത്രത്തെ ഒരു വലിയ മണൽ കൂമ്പാരത്തിനകത്തേക്ക് കുഴിച്ചിട്ടുകൊണ്ടാണ് CPIM-നെ ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന ഈ പാർട്ടിയുടെ നയത്തെ വെല്ലുവിളിക്കുന്ന ഈ തീരുമാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്. ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ
മത്സരിച്ചുകൊണ്ട് രൂപപ്പെട്ട പാർട്ടിയാണ്, ജയിലിൽ ജനിച്ച ഒരു പാർട്ടിയാണ്. അന്ന് ഒരു അടിയന്തരാവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നു. പൗരാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞ ഒരു കരാള രാത്രിയിൽ പുലരുന്ന ഇന്ത്യയിൽ അതിനെതിരായിട്ട് അതൊരു അർത്ഥ ഫാസിസ്റ്റ് വ്യവസ്ഥ സ്ഥിതി എന്നാണ് CPIM വിലയിരുത്തിയിരുന്നത്. അത്തരമൊരു അർത്ഥ ഫാസിസ്റ്റ് വ്യവസ്ഥയിൽ അതിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കിട്ടിയ അവസരമായ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയ, അതിന് പരിപാടിയില്ല, ഒരു പേര് മാത്രമുണ്ടായിരുന്നു, അങ്ങനെ ഈ ജനങ്ങൾ പിന്തുണച്ച് ശക്തിപ്പെടുത്തി തോൽപ്പിച്ചാണ് ഇവിടുത്തെ ആ ഏകാധിപത്യ വാഴ്ചയും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും ആ ഭരണകൂടവും തകർന്നു വീണുപോയത്. അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ CPIM ഇപ്പോൾ കണ്ണൂരിൽ നേരിടുന്നുണ്ടോ എന്നാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. അത് നേരിടുന്നുണ്ട് കണ്ണൂരിൽ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് ഇത്രയും ധൃതിപ്പെട്ടുകൊണ്ട് കുതിച്ച് ചാടിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒരു ചരിത്രം കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ, ഈ നമോ വിചാർ മഞ്ച് എന്ന് പറയുന്നത് നവംബർ 17-ാം തീയതിയിലെ മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിൽ നമ്മളുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് അതിൽ ആ പാർട്ടി രൂപീകരിച്ചതിന് അതിൻ്റെ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്കിവിടുത്തെ ജില്ലാ പ്രസിഡൻറ്റുമായി ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്നു, അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ മഞ്ച് പ്രവർത്തിക്കും എന്നാണ്. ഈ ചർച്ചയിൽ തന്നെ അതിൻ്റെ പ്രതിനിധികളുമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി പറയാതെ അന്ന് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ മാധ്യമങ്ങളിലൂടെ കണ്ണൂരിലെ പാർട്ടി അണികളിലൂടെ ജനങ്ങളിലൂടെ വന്ന ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം, ഈ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഈ പാർലമെൻ്ററി വ്യാമോഹത്തിൽ വീണ് കിടന്നുകൊണ്ട് കുഴഞ്ഞുകൊണ്ട് എടുക്കുന്ന ഈ തീരുമാനം, അതിനെതിരായി പ്രതിഷേധം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ഈ മഞ്ച് പിരിച്ചു വിട്ടുകൊണ്ട് ഈ ആളുകളെ നമ്മളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതും സംസ്ഥാന സെക്രട്ടറി പോയി സ്വീകരിക്കുന്നതും. താങ്കൾ ഇവിടെ ചോദിച്ചു, VS ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിൽ വല്ല മാറ്റവും ഉണ്ടാവുമെന്ന്. ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ അവിടെ ഇന്നലെ ഇതെല്ലാം ചർച്ച ചെയ്ത് ഇവിടെ വന്നുകൊണ്ട്, അതിനു മുമ്പ് അടുത്ത ഈ 28-നോ 29-നോ പാനൂരിലെ ഈ യോഗം നിശ്ചയിച്ചത് ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അതിന് പരസ്യം ചെയ്തത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ വരുന്ന ഗൗരവമായ പ്രശ്നം, ഇവിടെ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ ഗുരുതരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 200ഓളം പാർട്ടി പ്രവർത്തകരെ രക്തസാക്ഷികളാക്കിയിട്ടുണ്ട് RSSുകാർ കഴിഞ്ഞ 40 വർഷമായി നടക്കുന്ന ഈ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ പോരാട്ടത്തിൽ ഇതിലെ ഏറെക്കാലവും ഈ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ മഞ്ചിലേക്ക് വന്നുകൊണ്ട് CPMന്റെ വർഗരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വ്യക്തികൾ ഈ കൊലപാതകത്തിന് ഉത്തരവാദികളല്ല, അത് കേന്ദ്ര നേതൃത്വമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് ഇവിടെ നടപ്പാക്കിയത്. അതുകൊണ്ട് ഇവരാരും അതിന് ഉത്തരവാദിയല്ല, ഈ കൊന്നവരും കൊല്ലിച്ചവരും ഉത്തരവാദിയല്ല. അങ്ങനെയാണെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊന്നതിന് ഈ കോടതി വളരെ കൃത്യമായിട്ട് കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വ്യക്തികൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ CPMന്റെ 5 നേതാക്കളുണ്ട്, അവർ നിയോഗിച്ച വാടക കൊലയാളികളുണ്ട്. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു അടിയന്തര സാഹചര്യം കണ്ണൂരിൽ CPMനെ സംബന്ധിച്ചുണ്ട് എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ഇപ്പോഴും CPMന്റെ ഒരു ശക്തി കേന്ദ്രമായി തന്നെ അറിയപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയമുണ്ടായി എന്നതുകൊണ്ട് മാത്രം കണ്ണൂരിൽ CPMന്റെ ശക്തി കുറഞ്ഞു എന്ന് ആരും വിചാരിക്കുന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനം, ഇവരെ പാർട്ടിയിലേക്ക് എടുക്കേണ്ടതാണ് എന്നൊരു തീരുമാനം കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് എടുക്കേണ്ടി വരുന്നത്? ഇവരുൾപ്പെടെ നേതൃത്വത്തിലിരിക്കെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ 2 പക്ഷത്തുമായി 17ഓളം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പക്കലുള്ള കണക്ക്. OK വാസു BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്
അത്തരം കൊലപാതകങ്ങളുടെ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരോട് തന്നെ നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരില്ലേ? ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ. അത് ഈ പറയുന്ന മാതിരി 17 പേരൊന്നുമല്ല. 1980 മുതലുള്ള കണക്കെടുത്താൽ അത് ആ കാലഘട്ടത്തിൽ തന്നെ ഒരു കുറേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 10-12 പേർ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം എത്ര ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്? അങ്ങനെ നോക്കുമ്പോൾ വടകര മുതൽ അങ്ങ് പത്തായക്കുന്ന് അല്ലെങ്കിൽ കൂത്തുപറമ്പ് വരെയുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം CPIM-ൻ്റെ ആ ജില്ലയിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ കണ്ണൂർ ജില്ലയുടെ കിഴക്കേ ഭാഗത്തുള്ള ആ പ്രദേശം ഒരുതരം ക്ഷാത്രം നിറഞ്ഞ പ്രതികാരത്തോടെ ആളുകളെ കൊല്ലുന്നത് ധർമ്മനിർവഹണമാണ് എന്ന് കരുതുന്ന ലക്കും ലഗാനുമില്ലാത്ത കൊലപാതക വാസനയുടെ പ്രദേശമാണ്. എങ്ങനെയാണ് ആ പ്രദേശം അങ്ങനെ ആയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചരിത്രപരമായി എന്ത് കാരണമുണ്ടെന്നും അറിഞ്ഞുകൂടാ. വളരെ വിചിത്രമായൊരു സ്ഥലവും വിചിത്രമായ രീതികളുമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ഇപ്പോഴാകട്ടെ പാനൂരിൽ വെച്ച് ഈ 1600 2000 ആളുകളെയോ BJP-യിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളെ സ്വീകരിക്കുന്നത് വഴി പാനൂരിൽ സോഷ്യലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അവർക്ക് തൊട്ടുപിറകെ രംഗം കൈയടക്കാൻ കഴുകൻ കണ്ണുമായി കാത്തിരുന്ന BJP-ക്കോ സംഘപരിവാറിനോ ഒരു വിജയപ്രതീക്ഷയും അവിടെ ഉണ്ടാകില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ BJP-യെ നിലംപരിശാക്കാൻ പറ്റുന്ന വളരെ കൃത്യമായ കൃതഹസ്തത നിറഞ്ഞ അടവുപരമായൊരു സമീപനം തന്നെയാണിത്. മരണങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവർ വീണ്ടും ആക്രമിക്കപ്പെടും BJP-യാൽ, BJP-ക്ക് അതിനൊന്നും ഒരു വിഷമവുമില്ല. അങ്ങനെ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് BJP-ക്ക് തക്ക മറുപടി, നല്ല മറുപടി നൽകുന്ന ഒരു രീതിയായും ജനകീയ മുന്നണിയുടെ വികാസത്തിൻ്റെ വളരെ ശാസ്ത്രീയമായ രീതിയുമാണ് ആയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ദൂരവ്യാപകമായി ഇത് ആ പ്രദേശത്ത് സമാധാനവും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ശക്തികളുടെ വിജയവും കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സണ്ണി ജോസഫ്, കോൺഗ്രസ് നേതാവും MLA, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, CPM ഇപ്പോൾ BJP-യിൽ നിന്ന് വിട്ടുപോകുന്ന നിരവധി പ്രവർത്തകരെ പാർട്ടിയോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ CPM-ന്റെ ഈ ശ്രമത്തെ കാണുന്നത്? കോൺഗ്രസ് കാണുന്നതിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് കേന്ദ്ര കമ്മിറ്റി അംഗം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇതിനെ കാണുന്നത്? എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു ഇത് വളരെ അപകടകരമായൊരു പ്രവണതയാണ്. BJP-ക്കാരായിട്ട് ഇന്നലെ വരെ നിന്നവർ, അവരുടെ സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും പേരെന്താണ്? നമോ വിചാർ മഞ്ച്, നരേന്ദ്രമോദി വിചാർ മഞ്ച്. നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് പൂജിച്ചുകൊണ്ടാണ് അവർ ഈ സംഘടന രൂപീകരിച്ചത്. ഈ അടുത്ത മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ അതിനുള്ളിൽ വരെ ആ നിലപാട് സ്വീകരിച്ച തികഞ്ഞ അവസരവാദം BJP-യുടെ നേതൃത്വം മാറണം ജില്ലയിൽ എന്ന ഒറ്റക്കാര്യത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസവും അജണ്ട വ്യത്യാസവും ഉണ്ടായിരുന്ന ആളുകളെയാണ് നേരത്തെ പറഞ്ഞ അക്രമ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് ഇരുപക്ഷത്തു നിന്നും പരസ്പരം ഏറ്റുമുട്ടിയ ആളുകൾ അതിൽ എന്ത് നിലപാടെടുക്കുമെന്നറിയാതെയാണ് ഇപ്പോൾ അവസരവാദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള ഈ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യ മുന്നണിയെ, UDF-നെ, കോൺഗ്രസിനെ, കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശമാണിത്. കൂത്തുപറമ്പ് അവരുടെ കോട്ടയെന്ന് അവകാശപ്പെട്ട സ്ഥലത്താണ് UDF-ന്റെ സ്ഥാനാർത്ഥി അസംബ്ലി പാർലമെന്റ് ഇലക്ഷനുകളിൽ ജയിച്ചു നിൽക്കുന്നത്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ശ്രീ KP മോഹനും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരായിട്ടുള്ളത്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഇതായിരിക്കും അവസ്ഥ. UDF തന്നെ ജയിച്ചു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു മുതലെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്ന വളരെ തരംതാണ ഒരു പരീക്ഷണമാണ് മാർക്സിസ്റ്റ് പാർട്ടി. യാതൊരു അടിസ്ഥാനവുമില്ല, നയപരമായ യാതൊരു സത്യസന്ധതയുമില്ല, തികഞ്ഞ അവസരവാദം, അധികാര രാഷ്ട്രീയം, അത് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. റൈറ്റ് സണ്ണി ജോസഫ്, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത്തരത്തിലൊരു വലിയ പ്രചാരണം UDF എന്തായാലും ഉയർത്തിക്കൊണ്ടുവരും എന്നത് ഉറപ്പാണ്. അതിനെ എളുപ്പത്തിലൊന്നും പ്രതിരോധിച്ചു നിർത്താൻ സംസ്ഥാനത്ത് മാത്രമല്ല ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും പ്രതിരോധിച്ചു നിർത്താൻ കഷ്ടപ്പെടേണ്ടി വരും CPM നേതാക്കൾ. ഞാനങ്ങനെ കരുതുന്നേയില്ല മിസ്റ്റർ രാജീവ് ശങ്കരൻ. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരിയാണ്. നമ്മുടെ മുന്നിൽ നീലേശ്വരമുണ്ട്. മാരാർജി ജയിച്ചു എന്ന് കരുതുന്ന അവസ്ഥ വരെ എത്തുമ്പം അവരെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർ ജയിച്ചാലും കുഴപ്പമില്ല, BJP ജയിക്കരുത് എന്ന തത്വാധിഷ്ഠിതമായ നിലപാടെടുത്ത കേരളത്തിലെ ഏക പാർട്ടി CPM ആണ്. മറ്റാർക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമായാണ് പലപ്പോഴും BJP ഈ വിജയത്തിൻ്റെ പടിവാതിൽ വരെ എത്തുന്നത്. ആ സാഹചര്യത്തിനെ പോലും അതിജീവിക്കാൻ CPM വളരെ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മലയാളിയുടെ ചരിത്രമറിയുന്ന മലയാളികൾക്കറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ CPM-നെതിരെ
ഒരു നിലപാടൊന്നും മലയാളിക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ഇതിനെ എതിർക്കേണ്ടത് BJP ആണ്. കാര്യം BJPക്ക് നഷ്ടം വരും. BJP എതിർക്കേണ്ട ഒരു കാര്യത്തിന് എന്തുകൊണ്ട് അപ്പുക്കുട്ടൻ വള്ളിക്കുന്നും പിന്നെ രാജീവ് ശങ്കറും ഒക്കെ ഇങ്ങനെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. BJP തകർന്നോട്ടെ, നിങ്ങളെന്തിനും ഇങ്ങനെ കണ്ണീർ വാർക്കണം അക്കാര്യത്തിൽ? ശ്രീ ഭാസുരേന്ദ്രബാബു പക്ഷം പിടിച്ച് സംസാരിച്ചതല്ല. ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളോട് ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഈ നമോ വിചാർ മഞ്ച് രൂപീകരിക്കാൻ ചേർന്ന യോഗത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം ചേർന്ന യോഗത്തിൽ OK വാസു അടക്കമുള്ള നേതാക്കളെ RSS പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. അവിടെ RSSുമായി വലിയ അകലം OK വാസു അടക്കമുള്ള പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുമുണ്ട്. പാർട്ടിയിൽ നിന്ന് മാറുന്നത് ആശയപരമായ ഭിന്നിപ്പ് കൊണ്ടല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി BJPയിൽ നിന്നും RSSൽ നിന്നും വലിയ അകലം ഇതിനകം തന്നെ ആ നേതാക്കൾക്കുണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ പാർട്ടിയോട് അടുപ്പിച്ച് നിർത്തുക എന്ന അടവുപരമായൊരു തന്ത്രം അത് നിറവേറ്റുന്നത് കണ്ണൂരിൽ BJPയെ തളർത്താം, സംസ്ഥാനത്ത് BJPയെ തളർത്താനും സഹായിക്കും. ആ വാദം ഒരുപക്ഷെ നിലനിൽക്കും എന്ന് തോന്നുന്നില്ലേ ജനങ്ങളുടെ മുന്നിൽ? അതോ UDF ഉന്നയിക്കുന്നത് പോലുള്ള വലിയൊരു പ്രചാരണം അതായിരിക്കുമോ കൂടുതൽ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുക? ഇവിടെ എൻ്റെ സുഹൃത്ത് ഭാസുരേന്ദ്ര ബാബുവിന് CPIMൻ്റെ മാതൃക എന്താണ് എന്ന് അറിയില്ല. അത് നേരിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ഓർക്കണം. തലശ്ശേരിയിൽ അവിടുത്തെ മുസ്ലിം വീടുകളും മുസ്ലിങ്ങളുടെ കടകളുമൊക്കെ തീ കൊളുത്തി ചാമ്പലാക്കി 1970 അവിടെ RSSൻ്റെയും BJPയുടെയും RSSൻ്റെ ഈ ക്രിമിനലുകളെ നേരിടുന്നതിനും നെഞ്ച് കാട്ടി മുന്നിൽ പോയി നിന്നത് CPIMൻ്റെ നേതാക്കളായിരുന്നു. OK കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയുണ്ട്. ആ രക്തസാക്ഷിയെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ അതിന് എതിരായിട്ട് ഉയർത്തിയിട്ടുള്ള മഞ്ഞ സ്തൂപമുണ്ടല്ലോ, ഭാസുരേന്ദ്രബാബു അവിടെ പോയി നോക്കണം. ആ മഞ്ഞ സ്തൂപം ചുവപ്പ് അടിച്ച് അതിൻ്റെ മേലെ കൊടി കെട്ടിയാൽ RSS CPM ആവുമോ? മാർക്സിസ്റ്റ് പാർട്ടി ആവുമോ? ആവില്ല. ഇവിടെ തലശ്ശേരിയിലെ ആ ഇതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ EMS തലശ്ശേരിയിൽ നിന്ന് പറഞ്ഞത് RSSകാരൻ്റെ വോട്ട് കൊണ്ട് ആണ് CPM ഇവിടെ ജയിക്കേണ്ടതെങ്കിൽ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്നാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ RSSൻ്റെ വോട്ട് വാങ്ങി CPIM ജയിക്കാൻ ശ്രമിച്ചാൽ CPMന് അഖിലേന്ത്യാ വ്യാപകമായിട്ട് ഉള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, CPIM ഈ 40 കൊല്ലക്കാലം 200 രക്തസാക്ഷികളെയും അവരുടെ കുടുംബങ്ങളെയും അവിടെ സംരക്ഷിച്ചതും ഈ കാബാലികരെ നേരിട്ട് വന്നതും എങ്ങനെയാണ്? RSSൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണോ? ആ രാജ്യത്തിലെ പാവപ്പെട്ട കൃഷിക്കാരനെയും തൊഴിലാളിയെയും കമ്മ്യൂണിസ്റ്റുകാരനെയും രാഷ്ട്രീയ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിനെതിരായ ആശയ സമരങ്ങളും ചെറുത്തുനിൽപ്പും നടത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലെ വരെ ഈ കണ്ണൂരിൽ ഇവരെ നേരിട്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് RSSൽ നിന്നോ BJPയിൽ നിന്നോ വ്യക്തികൾ ഇറങ്ങി വന്ന് അവരാശയപരമായി ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി CPMൽ വന്ന് പ്രവർത്തിക്കുന്നതിലോ CPIയിൽ പ്രവർത്തിക്കുന്നതിലോ ഒന്നും കുറ്റം കാണുന്നയാളല്ല. ഇത് പക്ഷത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ഐഡിയോളജിയുടെയും മതേതരത്വത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും നമ്മളുടെ ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നതിൻ്റെയും പ്രശ്നമാണ്. അതിൽ പക്ഷമില്ല. അതിൽ നമ്മളുടേത് ഒരു സെക്യുലർ ഭരണഘടനയാണ്. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. ശ്രീ അപ്പുക്കുട്ടൻ സമയപരിമിതി മൂലം ഇടപെടുന്നു, ദയവായി ക്ഷമിക്കുക. ഒരിക്കൽ കൂടി ഭാസുരേന്ദ്രബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്രബാബു, ഒരുപക്ഷെ ഇപ്പോൾ BJP വിട്ടുവന്നവർ പാർട്ടിയോട് ഞങ്ങൾ അകലം പാലിക്കുന്നത് അതിൻ്റെ ആശയപരമായ നിലപാടുകളോടുള്ള ഭിന്നാഭിപ്രായം കൊണ്ട് കൂടിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ, അതിനുശേഷമാണ് CPM ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു ചർച്ച താങ്കൾ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ആരോപിച്ചതുപോലെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നുവെന്ന് ആരോപിച്ചതുപോലൊരു ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറയുന്നത്
പ്രതിഹിംസയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കൊന്നുതള്ളിയിരുന്ന ഒരു ഭൂതകാലമുണ്ട്. നാം എല്ലാവരും അതിനെ അധിക്ഷേപിക്കുകയുണ്ടായി. ആ ഭൂതകാലത്തോട് ആ ഭൂതകാലം സൃഷ്ടിച്ച ആളുകൾ തന്നെ വിട പറയുകയും ഒരുപക്ഷെ പി ജയരാജൻ മരണത്തിൻ്റെ അറ്റത്തുനിന്ന് തിരിച്ചു വന്നയാളാണ്. അദ്ദേഹത്തിനെ എതിരെ ഇരുത്തി സംസാരിക്കുന്ന നാം കണ്ടു. അങ്ങനെ ഇപ്പം ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നു അത് കണ്ടതാണ്. ഒരുപക്ഷെ തന്നെ കൊല്ലാൻ ആക്രമിച്ച ആളുകളോടായിരിക്കും അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. ആ അർത്ഥത്തിൽ മാറി വന്ന ഒരു സംവേദനശീലം കൊല്ലാതെ തന്നെ ആളുകളെ കൊല്ലുമെന്ന് പേടിപ്പിക്കാതെ ഒരുപക്ഷെ സംഘപരിവാറിന് നല്ല പ്രഹരം നൽകാൻ കഴിയുമെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി ചെയ്യാൻ കഴിയും. രാജീവ് ശങ്കർ, മറ്റൊരു കാര്യം കൂടി, സത്യത്തിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇവരുടെ നിലപാട് തറ എന്ത് എന്ന് ഇവർ CPM-ഉമായി അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴെങ്കിലും വിശദീകരിക്കണം. അത്തരം വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു. അപ്പുക്കുട്ടൻ വള്ളിക്കുന്നു, ഒപ്പം സണ്ണി ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നാളെ CPM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുമ്പോൾ നമോ വിചാർ മഞ്ച് ഉപേക്ഷിച്ച് വരുന്ന പ്രവർത്തകരുടെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക്